ഹലോ ഗൈസ്, വെൽക്കം ടു സയന്റിഫിക് തള്ള്. ഇന്ന് നമുക്ക് പ്രകൃതിയിലെ കുറച്ച് ഫെയിൽഡ് എവല്യൂഷനുകളെ പറ്റി നോക്കിയാലോ. പ്രകൃതി എല്ലാം കൃത്യമായ പ്ലാനിങ്ങോടെ ചെയ്യുമെന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ അങ്ങനെ വിശ്വസിക്കുന്നവരുണ്ടാവും. പക്ഷെ ചില ജീവികളെ കണ്ടാൽ അവരെ അപ്ഡേറ്റ് ചെയ്യാൻ പ്രകൃതി മറന്നുപോയെന്ന് നമുക്ക് തോന്നിപ്പോകും. അങ്ങനെ പ്രകൃതിയുടെ മറവി കൊണ്ട് ജീവിതത്തിൽ എടങ്ങാറ് പിടിച്ച കുറച്ച് ജീവികളെ നമുക്കിന്ന് പരിചയപ്പെടാം. ചീവീടിനെ രാത്രി ഒച്ച ഉണ്ടാക്കുന്ന ജീവിയായിട്ടല്ലേ നിങ്ങൾക്കറിയൂ. പക്ഷെ ആ ഒച്ച ഉണ്ടാക്കാൻ അവർ 17 വർഷം കാത്തിരിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയോ. ജനിച്ച ഉടനെ മണ്ണിനടിയിലെത്തുന്ന ഇവർ പൂർണ്ണ വളർച്ചയെത്തുന്നവരെ മണ്ണിനടിയിൽ തന്നെ ജീവിക്കും. അതിന് ഇവരെടുക്കുന്ന സമയമാണ് 17 വർഷം. എന്നിട്ട് ജീവിക്കുന്നതോ വെറും ആഴ്ചകൾ മാത്രം. ഈ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് ഇവർക്ക് ഇണകളെ കണ്ടുപിടിക്കുകയും മീറ്റ് ചെയ്യുകയും വേണം. അതിനാണ് ഇവർ രാത്രി കിടന്ന് ഇങ്ങനെ അലറി വിളിക്കുന്നത്. 17 വർഷം പൂർണ്ണ വളർച്ചയെത്താൻ മണ്ണിനടിയിൽ കാത്തിരുന്നിട്ട് ഇവർ ജീവിക്കുന്നതോ വെറും ആഴ്ചകൾ മാത്രം. ഈ ലിസ്റ്റിൽ ഏറ്റവും പരിതാപകരമായ ജീവിതമുള്ള ഒരാളാണ് സൺഫിഷ്. ലോകത്തിലെ ഏറ്റവും വലിയ മീനുകളിൽ ഒന്നായ ഇവർ ഭക്ഷണത്തിന് പൂർണ്ണമായി ആശ്രയിക്കുന്നത് ജെല്ലി ഫിഷുകളെ മാത്രമാണ്. 98% വെള്ളം മാത്രമുള്ള ജെല്ലി ഫിഷിൽ ന്യൂട്രിയൻ്റ് കണ്ടന്റ് തീരെയില്ല. അപ്പോൾ ജെല്ലി ഫിഷിനെ മാത്രം കഴിച്ച് ഇവർ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളത് സയൻറ്റിസ്റ്റുകളെ വരെ വട്ടം കറക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്ക് എനർജി വളരെ കുറവാണ്. മാത്രമല്ല മറ്റ് മീനുകളെ പോലെ ഇവർക്ക് വാലും ഇല്ല. അതുകൊണ്ട് 2 പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ഇവർക്ക് മെല്ലെ നീന്താൻ പറ്റൂ. പിന്നെ പെട്ടെന്ന് ദിശ മാറി നീന്താനും ഇവർക്ക് പറ്റൂല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ശരീരത്തിൽ ഒരുപാട് പാരസൈറ്റുകളുണ്ട്. മാത്രമല്ല പക്ഷികൾ വരെ ഇതിൻ്റെ മേലെ കയറിയിരുന്ന് ഇതിനെ തിന്നും. പിന്നെ ഇതിനെ വേട്ടയാടുന്ന മറ്റ് ജീവികളൊക്കെ ഇത് നീന്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു കഷ്ണം കടിച്ചിട്ടങ്ങ് പോകും. എനിക്കിതിനെ കാണുമ്പോൾ ഇത് നീന്തുന്ന പോലെ തോന്നുന്നില്ല. ഞാനൊക്കെ ചെയ്യുന്ന പോലെ ഡിപ്രഷൻ അടിച്ച് എങ്ങോട്ടോ ഒഴുകിക്കൊണ്ടിരിക്കുന്ന പോലെ തോന്നാം. നിനക്ക് വലിപ്പം തരാം, പക്ഷെ അത് ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് പ്രകൃതി ഇതിനോട് പറഞ്ഞ പോലെ. ഫ്ലാഗ് ഫിഷുകൾ ജനിക്കുന്നത് നോർമലായിട്ടാണ്. 2 കണ്ണുകൾ, നോർമൽ ശരീരം, നോർമൽ ഫേസ്, നോ പ്രോബ്ലം. പക്ഷേ ഇവയ്ക്ക് പൂർണ്ണ വളർച്ച എത്തുമ്പോൾ അല്ലെങ്കിൽ പ്രായപൂർത്തിയാകുമ്പോൾ ഇതിൻ്റെ ഒരു കണ്ണ് ഇനി എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നേരെ തലയുടെ മറുവശത്തേക്ക് പോകും. ഒന്ന് ആലോചിച്ച് നോക്കിയേ, പെട്ടെന്ന് ഒരു ദിവസം നമ്മുടെ വലത്തെ കണ്ണ് അവിടെ നിന്ന് മാറി ഇടത്തെ ചെവിയുടെ സ്ഥാനത്ത് വന്നാലുള്ള അവസ്ഥ. അന്ന് വരെ നോർമലായി നീന്തി ഇരപിടിച്ചവർ പിന്നീട് കടലിനടിയിൽ ഫ്ലാറ്റായി കിടന്ന് ഇര തൻ്റെ അടുത്തേക്ക് വരുന്നത് നോക്കിയിരിക്കണം. എനിക്ക് തോന്നുന്നത് ഇവരുടെ നോർമൽ ജീവിതത്തിൻ്റെ പ്രീമിയം സബ്സ്ക്രിപ്ഷൻ കഴിഞ്ഞതുപോലെയാണ്. ഇനി ഹാർഡ്വെയർ അപ്ഡേഷൻ കിട്ടിയാലേ ഇവർ നേരെയാവും. ചീവീടുകളെ പോലെ തന്നെ ഇവരുടെ ജീവിതവും മുഴുവനൊരു തയ്യാറെടുപ്പാണ്. മാസങ്ങൾ, ചിലപ്പോൾ വർഷങ്ങൾ വെള്ളത്തിൽ ലാർവായി കഴിയുന്ന ഇവർ അഡൽട്ട് സ്റ്റേജ് ആവുന്നവരെ അവിടെ തന്നെ കഴിയും. പൂർണ്ണ വളർച്ച എത്തിയാൽ പിന്നെ ഇവർക്ക് സമയമില്ല. പിന്നീട് ഇവർ ജീവിക്കുന്നത് വെറും മണിക്കൂറുകൾ മാത്രമാണ്. ഇവർക്ക് വായയില്ല. അതുകൊണ്ട് തന്നെ ആ സമയം ഇവർക്ക് ഭക്ഷണമില്ല. ഇവരുടെ ആകെ ലക്ഷ്യം ഇണയെ കണ്ടുപിടിക്കുക, നെയ്റ്റ് ചെയ്യുക എന്നത് മാത്രം. അതും കുറച്ച് മണിക്കൂറുകൾ കൊണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ അപ്പോൾ തന്നെ ചത്തുകയും. ഇത്രയും കാലം ജീവിക്കാൻ വെയിറ്റ് ചെയ്ത ഇവർക്ക് പ്രകൃതി കൊടുക്കുന്നത് ഒരു ഡേ പോലും ഇല്ലാത്ത ഫ്രീ ട്രയൽ. ലോകത്തിലെ ഏറ്റവും അഗ്ലിയസ്റ്റ് അല്ലെങ്കിൽ വിരൂപിയായ ജീവി എന്നാണ് ഇതിനെ ആളുകൾ വിളിക്കുന്നത്. പക്ഷെ അതല്ല റിയാലിറ്റി. ആഴക്കടലിൽ ഫുൾ പ്രഷർ സോണിലാണ് ഇവരുടെ വാസസ്ഥലം. അവിടെ ഇതിനെ കാണാനും നോർമലാണ്. പക്ഷെ നമ്മൾ മനുഷ്യർ ഇതിനെ സർഫസിലേക്ക് കൊണ്ടുവരും. അപ്പോൾ അതിന് ഇവിടുത്തെ പ്രഷറിനോട് പൊരുത്തപ്പെടാൻ പറ്റാതെ അതിൻ്റെ ശരീരം ലിറ്ററലി തകർന്നു പോകും. നമ്മൾ മനുഷ്യർക്കാണെങ്കിലും പ്രഷറിൽ വ്യതിയാനം വന്നാൽ ഇങ്ങനെ സംഭവിക്കും. ഈ അവസ്ഥയെ പറയുന്ന പേരാണ് ബെൻസ്. നമ്മളൊരാൾ സ്പേസിൽ കൊണ്ടുപോയിട്ടിട്ട് നമ്മുടെ ശരീരമൊക്കെ ചുക്കി ചുളിഞ്ഞ് ഭയങ്കര വിരൂപമായാൽ ഇവൻ അഗ്ലിയാണ് അല്ലെങ്കിൽ ഇവൻ കാണാൻ മോശമാണെന്ന് പറയുന്ന പോലെ. ഇതിനോട് നീതികേട് കാട്ടുന്നത് പ്രകൃതിയല്ല, നമ്മൾ മനുഷ്യർ തന്നെയാണ്. അതിനെ അങ്ങനെ ആക്കുന്നതും പിന്നീട് വിരൂപി അല്ലെങ്കിൽ അഗ്ലി എന്നുള്ള തലക്കെട്ട് അതിനിട്ട് കൊടുക്കുന്നതും നമ്മൾ തന്നെയാണ്. തൻ്റെ എവല്യൂഷനിൽ അപ്ഡേഷൻ വരാത്ത കാരണം ഒരു സ്പീഷീസിന് തന്നെ വംശനാശം സംഭവിച്ച അവസ്ഥ. അതാണ് ഡോഡോ ബേർഡ്. ഇന്ത്യൻ ഉൾക്കടലിലെ ഒരു ഐലൻഡായ മൗറീഷ്യസ് ഐലൻഡിൽ ജീവിച്ചിരുന്ന ഇവരെ വേട്ടയാടാൻ അവിടെ മറ്റു ജീവികളൊന്നും തന്നെ ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഒന്നിനെയും ഇവർക്ക് പേടിക്കേണ്ടി വന്നിട്ടില്ല. പേടിയെന്ന റെസ്പോൺസ് തന്നെ ഇവരുടെ ബ്രെയിനിൽ ഇല്ലായിരുന്നു. ഇത് കാരണം ഇവർക്ക് ഓടി ഒളിക്കാനോ ഫൈറ്റ് ചെയ്യാനോ ഒന്നും തന്നെ അറിയില്ലായിരുന്നു. അങ്ങനെയാണ് ഐലൻഡിൽ നമ്മൾ മനുഷ്യർ കാലുകുത്തുന്നത്. നമ്മൾ മനുഷ്യന്മാർ കൂടെ കൊണ്ടുപോയ പല ജീവികളും ഇതിനൊന്നായി വേട്ടയാടാൻ തുടങ്ങി. പക്ഷെ അവരെല്ലാ ജീവികളെയും ഒരേപോലെ വിശ്വസിച്ചു. അത് വളരെ മോശമായാണ് അവസാനിച്ചത്. ഡോഡോ ബേർഡ്സ് ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാതായി. ഇവരെ ചതിച്ചത് പ്രകൃതിയല്ല, അതും നമ്മൾ മനുഷ്യർ തന്നെയാണ്. ഇതുപോലെ എവല്യൂഷനിൽ അപ്ഡേറ്റ് വന്നില്ലെങ്കിൽ പല ജീവികളുടെയും, എന്തിന് നമ്മൾ മനുഷ്യരുടെയും അവസ്ഥ ഇതുപോലെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. പിന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. ഇതിൻ്റെ ആദ്യത്തെ ചാനലാണ്, അതിലാദ്യത്തെ വീഡിയോ. അപ്പോൾ എന്തെങ്കിലും തെറ്റുകളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഫീഡ്ബാക്കോ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കാം. പിന്നെ ഞാൻ വിട്ടുപോയ നിങ്ങൾക്ക് അൺഫെയർ ആയിട്ട് തോന്നുന്ന മറ്റ് ജീവികളിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ കമൻറ്റിൽ അറിയിക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം.